ചരിത്രം ഇങ്ങനെ അദ്ദേഹം പഠിച്ചു. ഒരു വട്ടം പഠിച്ചു, രണ്ടു വട്ടം വായിച്ചു, മൂന്നാമത്തെ വട്ടം പാരായണം ചെയ്തു, നാലാമത്തെ വട്ടം ആ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് സൂറത്ത് യൂസുഫിനെ എടുത്തങ്ങ് വെക്കുകയാ. അവിടെ ഇരുന്നിങ്ങനെ പുകയാൻ തുടങ്ങി, അവിടെ ഇരുന്നിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ചിന്തിച്ച് യൂസുഫ് ഞാനും തമ്മിൽ എന്ത് ബന്ധമാ, യൂസുഫ് നബിയും ഞാനും തമ്മിൽ എന്ത് ബന്ധമാ, അജഗജാന്തരം വ്യത്യാസമില്ലേ, യൂസുഫ് നബി സൗന്ദര്യത്തിന്റെ പ്രതീകമല്ലേ, യൂസുഫ് നബി ഒരു പ്രവാചകന്റെ മകനല്ലേ, മറ്റൊരു പ്രവാചകന്റെ സഹോദരനല്ലേ, യൂസുഫ് നബി അലൈഹിസ്സലാം ചരിത്രങ്ങൾ സൃഷ്ടിച്ച മനുഷ്യനല്ലേ, അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മനുഷ്യനല്ലേ, ഈ യൂസുഫ് നബിയും ഞാനും തമ്മിൽ എന്ത് ബന്ധമാ. അങ്ങനെ അദ്ദേഹം ആവർത്തിച്ച് ഖുർആൻ പഠിച്ചു. അത് എന്നെ നിങ്ങളെയും പോലെ കൽബിൽ വെച്ചല്ല പഠിച്ചത്, എന്നെയും നിങ്ങളെയും പോലെ സ്വദറിൽ വെച്ചല്ല പഠിച്ചത്. അവര് പഠിച്ചത് ഫുആദിൽ വെച്ചാ, ഹൃദയത്തിന്റെ ഭിത്തിയുടെ ഉള്ളിൽ വെച്ചാ പഠിച്ചത്. അങ്ങനെ പഠിച്ചു വന്നപ്പോൾ അദ്ദേഹം ചിന്തിച്ചത് ഇങ്ങനെയാണ്: ഞാൻ യൂറോപ്പിലെ പോപ്പ് സംഗീതത്തിന്റെ ചന്തയിലെ ഒരു വിൽപ്പന ചരക്കായിരുന്നല്ലോ, സംഗീത ലോകത്തെ ഒരു വിൽപ്പന ചരക്കായിരുന്നല്ലോ ഞാൻ. യൂസുഫും അതുപോലെ അടിമച്ചന്തയിലെ വിൽപ്പന ചരക്കായിരുന്നല്ലോ. കൊടുങ്കാട്ടിൽ കൊണ്ട് സഹോദരങ്ങൾ ഒരു കിണറിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അതുവഴി വന്ന കാഫില കൂട്ടങ്ങളുടെ തൊട്ടിയും കയറുമിറക്കി വെള്ളം കോരിയപ്പോൾ ആ തൊട്ടിയിൽ പിടിച്ചു പറ്റിയിട്ട് മുകളിലേക്ക് കയറിയിട്ട് അതുവഴി ചന്തയിൽ വന്നിട്ട് അവിടത്തെ വിൽപ്പന ചരക്കായി യൂസുഫ് നബി കുറെ നാൾ ഉണ്ടായിരുന്നല്ലോ. ഞാൻ യൂറോപ്പിലെ സംഗീത ലോകത്തെ വിൽപ്പന ചരക്കായിരുന്നെങ്കിൽ യൂസുഫ് നബിയും അടിമച്ചന്തയിലെ വിൽപ്പന ചരക്കായിരുന്നല്ലോ. അതുകൊണ്ട് ഞാനിതാ യൂസുഫ് നബി ഇഷ്ടപ്പെടുന്നു, യൂസുഫ് നബിയെ ഞാൻ വല്ലാതെ പ്രണയിക്കുന്നു, യൂസുഫ് നബി എനിക്ക് വല്ലാതെ കൃതാർത്ഥതയോടെ തോർക്കുന്നു, യൂസുഫ് നബിയെ ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കോറിയിടുന്നു. അങ്ങനെ ഞാൻ എന്റെ പേരങ്ങ് മാറ്റി ക്യാറ്റ് സ്റ്റീവൻ എന്ന പേര്, എന്റെ പേര് ഞാൻ ഇട്ടത് എന്താണെന്നറിയോ? യൂസുഫുൽ ഇസ്ലാം എന്ന പേരിട്ട് ക്യാറ്റ് സ്റ്റീവൻ മാറുകയാ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോ ഇന്നത്തെ രാത്രി കിടക്കുന്നതിന് മുമ്പ് മങ്കാട് നിലമയിലെ ചെറുപ്പക്കാരാ, ചെന്നിട്ട് നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ടൊന്ന് സെർച്ച് ചെയ്യണേ ചെറുപ്പക്കാരാ. എന്റെ പെങ്ങളെ, നിങ്ങൾ ക്യാറ്റ് സ്റ്റീവൻ എന്നോ യൂസുഫുൽ ഇസ്ലാം എന്നോ നിങ്ങളും അടിച്ചു നോക്ക്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് കാണാം, അദ്ദേഹത്തിന്റെ ഖുർആൻ നിങ്ങൾക്ക് കേൾക്കാം. ഒരു കാലഘട്ടത്തിലെ യൂറോപ്പിലെ പോപ്പ് സംഗീതത്തിന്റെ കുലപതിയായിരുന്നെങ്കിൽ നസ്രാണിയായിരുന്ന മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഭിത്തിക്കുള്ളിലേക്ക് അള്ളാഹുവിന്റെ ഖുർആൻ അങ്ങോട്ട് കയറിയപ്പോൾ അദ്ദേഹം പേര് മാറ്റിയിട്ട് യൂസുഫുൽ ഇസ്ലാം എന്ന പേരിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള പ്രണയത്തിന്റെ പാരമ്യതയില് അദ്ദേഹം മരിക്കുന്നത് വരെ ആ പേരുയർത്തിക്കാട്ടി ജീവിച്ചുവെങ്കിൽ ഇവോൺ റിട്ലിയെ പോലെ, ഹീദർ മാത്യൂസിനെ പോലെ, ഫാത്തിമ ശബരിമലയെ പോലെ, മലയാളത്തിന്റെ മാധുര നാരങ്ങ മാധവിക്കുട്ടി എന്ന കമലാ സുരയ്യയെ പോലെ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഖുർആൻ ഫുആദിലെടുത്തു വെക്കാൻ കഴിയണം. നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ ഖുർആന്റെ ആളുകളാ. പണ്ടൊരു ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് ഭർത്താവ് പൈസ മോട്ടിക്കുന്ന, ഭാര്യയ്ക്ക് അടിക്കുന്ന കുറി, ഈ ചിട്ടി ഉണ്ടല്ലോ, ചിട്ടി അടിക്കുന്ന പൈസ അത്രയും മാപ്പിള കൊണ്ടുപോവാ. പരാതിയോട് പരാതി. ഉസ്താദിനറിയാൻ കാക്കായെ പറ്റിയ നല്ല ധാരണയാണ്. ഉസ്താദെ, അരിക്കല തീട്ടാൽ അവിടെ നിന്ന് എടുത്തോണ്ട് പോകും, കടുവ് പാത്രം തീട്ട അവിടെ നിന്ന് എടുത്തോണ്ട് പോകും, ഉലുവ പോണിയിലിട്ട് അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോകും. ഇനി വയറ് കീറി വെക്കാനേ പറ്റുള്ളൂ, അത് നടക്കുകയില്ല. എന്തായാലും മാർഗം എന്തായാലും പെട്ടിക്കകത്ത് വെച്ച് പൂട്ടി താക്കോല് ചോദിച്ച കൊടുത്തില്ലെങ്കിൽ പിന്നെ മുടി കുത്തി പിടിച്ചിട്ട് ചുമരിലടിയാ. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഭർത്താവ് കാണാത്തടുത്ത് പൈസ വെക്കണം. ഉസ്താദ് പറഞ്ഞു കൊടുത്തൊരു ഐഡിയ ഉണ്ട്. എന്താണെന്നറിയോ? നീ ഒരു കാര്യം ചെയ്യും, ഭർത്താവ് അറിയരുത്, പൈസ എടുക്കരുത്, അത്രയല്ലേ ഉള്ളൂ. നീ ഖുർആൻ എടുക്ക്, ഖുർആന്റെ ഇടയ്ക്കൊന്ന് കയറ്റി വെച്ചേക്ക്. നിന്റെ ഭർത്താവ് അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഖുർആൻ തൊടൂല. ഖുർആൻ എന്ന് പറഞ്ഞ സംഗതി നിന്റെ മാപ്പിള തൊടൂല. നമ്മുടെ വീട്ടിലൊക്കെ ഞാൻ ഇവിടെ വരുമ്പം മരണത്തിന് ഓതാൻ പോയിട്ടില്ല എന്നാ തോന്നുന്നത്. ഇവിടെ വരുമ്പോ അങ്ങനെ ഒരു മരണം സംഭവിച്ച് മരണത്തിന് ഓതാൻ പോയി. ആ ഒരു കാലയളവ് ഞാൻ പഠിച്ചില്ല ഇവിടെ. പെട്ടെന്ന് തന്നെ ഉസ്താദിന് കരുനാഗപ്പള്ളിയിലേക്ക് പിന്നെ വീണ്ടും ക്ഷണം വന്ന് അങ്ങനെ ഇവിടെ 10-25 പേര് ഞങ്ങൾ ഉണ്ടായിരുന്നു. 25 പേരെ നിർത്താനുള്ള അന്ന് ഈ മഹലിന് സാമ്പത്തിക ശേഷിയില്ല. സലീമുല്ലാ ഹദീസ്ഥാന്റെ കാലത്തൊക്കെ ദർസ് ഉണ്ടായിരുന്നു അല്ലേ? ദർസ് അല്ലല്ല, വേറെ ആരുടെ കാലത്താ ദർസ് ഉണ്ടായിരുന്നു? ബദരിയുടെ ഒക്കെ കാലത്തുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഉസ്താദിന് 25 കുട്ടികളുണ്ടായിരുന്നു.
അപ്പൊ 25 കുട്ടികളെയും ഉൾക്കൊള്ളാനും അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കാൻ അന്ന് മങ്കാട് നിലമയ്ക്ക് കഴിയില്ലായിരുന്നു. അങ്ങനത്തെ സാഹചര്യമായിരുന്നു. അപ്പൊ ഞങ്ങൾ 5 കുട്ടികളെയാണ് ഇവിടെ നിർത്തിയത്. ബാക്കി 20 പേരെയും വീട്ടിൽ നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോ ഒത്തൊരു ജോലി വന്നാൽ പോകും എന്ന ആ ഒരു ചിന്തയുണ്ടായിരുന്നു. അങ്ങനെയാണ് കരുനാഗപ്പള്ളിയിലേക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത്. ചടയമംഗലത്ത് നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ കാലയളവില് ആ മരണത്തിനൊക്കെ ഓതാൻ പോകാറുണ്ട്. മരണപ്പെട്ട വീട്ടിലേക്ക് മയ്യത്തിന് വേണ്ടി മയ്യത്തിനടുത്തിരുന്ന് ഓതാൻ പോകാറുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഏതെങ്കിലുമൊക്കെ വീട്ടില് മരണപ്പെടുമ്പോ ഭർത്താവ് പെട്ടെന്നങ്ങ് മരിച്ചു, ആ വീട്ടില് നല്ല സത്യവിശ്വാസികൾ, നല്ല ആത്മാർത്ഥതയുള്ള ആളുകളൊക്കെ മയ്യത്ത് കാണാൻ വേണ്ടി വന്നാൽ അവരെന്താ ചെയ്യാ? ഒന്ന് ഒളുവൊക്കെ എടുത്ത് വന്ന് ഒന്ന് ഖുർആൻ എടുത്തൊന്ന് ഓതിയിട്ടൊക്കെ പോവാം. ഈ ഖുർആൻ എവിടെ ഇരിക്കുന്നു എന്ന് അപ്പോഴെങ്ങാനും വീട്ടിലെ പെണ്ണുങ്ങളടുത്ത് ചോദിച്ചു നോക്കണം. ഇവർ ഓടുന്ന ഓട്ടം ഉണ്ടല്ലോ, എവിടെന്ന് എടുത്തു കൊടുക്കുക? ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ വിമർശിക്കുകയല്ല, ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയാണ്. എന്റെ വീട്ടിലെ അവസ്ഥ, ഓരോ വീട്ടിലെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഭർത്താവ് മന്നാനിയാണ്, ഭർത്താവ് വാക്കവിയാണ്, ഭർത്താവ് കാസിമിയാണ്, ഭർത്താവ് ഖാദിരിയാണ്, അല്ലെങ്കിൽ ഭർത്താവ് ബദരിയാണ്, ഭർത്താവ് കുബിരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പെണ്ണുങ്ങളെല്ലാം ഒരേ സൈസാ. ഇപ്പൊ എല്ലാത്തിനും ഇറങ്ങി കിടക്കുന്ന ഒരു പുതിയ സംവിധാനം ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു. ഇടച്ച് ഇവരെ പോലുള്ള കുറെ ഉസ്താദന്മാരുണ്ട്. അവരൊക്കെ ഈ എന്താണ് ബദറുൽ ഹുദ, ബദറുൻ തീരം രാവിലെ വൈകുന്നേരം ഉച്ചക്കൊക്കെ അങ്ങനെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയെടുത്ത് ഞാൻ ഇടയ്ക്ക് വിമർശിച്ചിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ കേട്ട് കാണും. പിന്നെ ഇല്ലാത്ത കാര്യം പറയാൻ പാടില്ലല്ലോ. അപ്പോ പൊതുവെ ഞാൻ വിമർശിച്ച കൂട്ടത്തില. അപ്പൊ ഉണ്ടല്ലോ, ഈ സീരിയലൊക്കെ തൽക്കാലം അങ്ങ് നിന്നു. ഞാൻ തുറന്നു പറയാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. സീരിയലൊക്കെ കുറച്ചങ്ങ് മാറിയായിരുന്നു. സഹോദരിമാർക്കൊക്കെ അൽഹംദുലില്ലാ പടച്ചോന്റെ തൗഫീഖ് കൊണ്ട് അവരൊക്കെ രാവിലെ ഒരു ഉസ്താദിന്റെ ഓതല്, ഓൺലൈൻ ദുആയും നസീഹത്തും, പിന്നെ ഉച്ചയ്ക്ക് ബദരിയുടേത്, വൈകുന്നേരം വേറൊരു ഉസ്താദിന്റേത്, അങ്ങനെയൊക്കെ ധാരാളം. ഇപ്പൊ അൺലിമിറ്റഡ് ഡാറ്റ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇട്ട് കേട്ടോണ്ട് നിൽക്കും. അടുക്കള നിൽക്കുമ്പോൾ ഓണാക്കിയിട്ട് നിൽക്കും. ഇച്ചിരി ഭർത്താക്കന്മാർക്ക് ചായയൊക്കെ കൊടുക്കണം എന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കിയിരിക്കണം. അത് നല്ലതാ. ഇതൊന്നും കേൾക്കൊന്നുമില്ല. ഭർത്താവ് ചായക്ക് വിളിക്കും, അവിടെ നിൽക്കുക, ഒരു 3 ഊതലും കൊണ്ട് ഓതിയിട്ടേ വരുള്ളെന്നൊക്കെ പറഞ്ഞിട്ട് ചില പെണ്ണുങ്ങളൊക്കെ മാറിക്കാറുണ്ട്. അതൊക്കെ പോട്ടെ. ഏതായിരുന്നാലും അങ്ങനെയൊക്കെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ ഈ ഓൺലൈൻ ഈ മജ്‌ലിസുകൾക്ക് സാധിച്ചു എന്നത് ഏറ്റവും അഭിനന്ദനാർഹമാണ്. പക്ഷേ കാര്യം അവിടെ നിന്നും പോയി. ഇപ്പോ ഒരു പുതിയ സംവിധാനമുണ്ട്. വീടിന്റെ ഉള്ളിൽ നടക്കുന്ന രഹസ്യ സ്വഭാവങ്ങൾ പരസ്യമായിട്ട് പുറത്തു കൊണ്ടുവന്നിട്ട് നാണം കെടുത്തുന്ന ഒരു പുതിയ പരമ്പര തുടങ്ങിയിട്ടുണ്ട്. മഗ്‌രിബ് കഴിഞ്ഞ പെണ്ണുങ്ങളെ കയ്യിലാ ഹളറത്തി അതിന്റെ മുമ്പിലാണ്. ഏതാണെന്നറിയോ? ഇപ്പൊ എല്ലാ പെണ്ണുങ്ങളും മനസ്സിലും പറയുന്നുണ്ടാവും. ഇപ്പുറത്തിരിക്കുന്നിടത്ത് അപ്പുറത്ത് പറയുന്നുണ്ട്, അപ്പുറത്തിരിക്കുന്ന ഇപ്പുറത്ത് പറയുന്നുണ്ട്. എന്റെ പേര് ഞാൻ മറന്നുപോയി. ബിഗ് ബോസ് അല്ലേ? ബിഗ് ബോസ്. ഞാൻ ചോദിക്കുന്ന നാണമുണ്ടോ? നാണമുണ്ടോ? ഒന്നാമത് ചോദിക്കുന്നത് ഇത് നടത്തുന്ന കുറെ പെണ്ണുങ്ങളുണ്ട്. ഇവരൊക്കെ നാണമുണ്ട്. ഇതിനൊക്കെ ആരെ കെട്ടുക? എനിക്കറിയാം ഇത് വിമർശനം ഉണ്ടാവും, വലിയ വിമർശനം ഉണ്ടാവും, പിന്നെ അങ്ങ് മൂക്കി കയറ്റും. അതൊക്കെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് നന്നായിട്ടറിയാം. ഇത് ലൈവ് ഇല്ലാത്തത് വേറൊരു ഭാഗ്യം. ലൈവ് ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ഭാഗ്യത്തിന് കുറവൊന്നുമില്ല. എന്ത് പറഞ്ഞാലും എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഞാൻ വേറെ വലിയൊരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് രഹസ്യമായി പറയേണ്ട, രഹസ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ അവര് പരസ്യമായിട്ട് അങ്ങ് പറയാൻ. തോളത്തൊരു മൈക്കും തൂക്കി കൊടുത്തു എന്നാ പറഞ്ഞ. എന്റെ കൂടെ ഉള്ള ഒരാൾ പറഞ്ഞു, തോളത്തൊരു മൈക്കും തൂക്കി കൊടുത്തിട്ട് റൂമിനകത്ത് അടച്ചിടുവന്നു. എന്നിട്ട് അവിടെ നടക്കുന്ന എല്ലാം റെക്കോർഡ് ചെയ്യാൻ. എന്തൊരു വിരോധാഭാസമാണ്. മുസ്ലിം ഇതൊക്കെ പറഞ്ഞാൽ ഇപ്പൊ വനിതാ കമ്മീഷൻ ഇടപെടും. ഇത് പറഞ്ഞാൽ ഫെമിനിസ്റ്റുകൾ വരും. ഇത് പറഞ്ഞാൽ ഇത് മുസ്ലിയാക്കന്മാരെന്തിനാ ഇത് പറയും, നിങ്ങൾക്ക് വേറെ വിഷയമില്ലാത്ത ദാരിദ്ര്യമാണോ എന്ന് ചോദിച്ചിട്ട് കുറെ ഇങ്ങനെ വരും. പക്ഷേ ഇതൊക്കെ വരുന്നു എന്ന് പറയുമ്പോൾ പേടിച്ചിട്ട് പറയാതിരിക്കാൻ പറ്റുമോ? എനിക്ക് എന്റെ സഹോദരിമാരോട് പറയാനുള്ളത്, ദീനീ ബോധവും മതബോധവും ഉണ്ടെങ്കിൽ മക്കളെ ഒന്നും അത് കാണിപ്പിക്കരുത്. വലിയ വിഷമമാണ്, വലിയ പ്രയാസമാണ്, വലിയ വലിയ ദുരന്തങ്ങളിലേക്ക് നമ്മുടെ മക്കൾ എത്തപ്പെടും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്റെ 4-5 വയസ്സുള്ള ഒരു സാധനമുണ്ട്, മോൻ എന്റെ കൂടെ വന്നിട്ടുണ്ട്. കൂടെ വന്നവരുടെ കൂട്ടത്തിൽ കാണും. ഇവൻ ഇന്നലെ ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു ഭാഷ
അവന് നന്നായിട്ട് നാക്ക് തിരിഞ്ഞിട്ടില്ല ഇതുവരെ. ഇവിടെ ഉണ്ടാ കുട്ടി, എന്റെ ഇളയ മോന 5 വയസ്സേ ഉള്ളൂ, 5.5 വയസ്സ്, 8ാം മാസത്തിൽ പ്രസവിച്ചതാ. അതുകൊണ്ട് തന്നെ സംസാരം. അപ്പൊ എന്നോട് പലരും പറഞ്ഞു വയമ്പ് തേച്ചുകൂടെ, അതിമധുരം കൂട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയുന്നത് സംസാരിക്കുമ്പോൾ, കാരണം ഇപ്പോഴേ ഈ പ്രശ്നം, ഇനി അതിമധുരം കൊടുത്ത് വയമ്പും കൂടെ വെച്ച് കൊടുത്താൽ തീർന്നു, നാട്ടുകാർക്ക് ശല്യമായിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കേ, വളരെ മോശമായ രീതിയിലുള്ള. അപ്പൊ ഞാൻ ചോദിച്ചത് എവിടെ നിന്ന് പഠിച്ചു? മൊബൈലിൽ കാണുക. ഈ ഒരു അവസ്ഥയിലേക്ക്, ഇത് എന്റെ മോന്റെ കാര്യം ഞാൻ പറഞ്ഞത്, ഞാൻ വേറെ ആരുടെയും കാര്യമല്ല പറഞ്ഞത്. ഈ രീതിയിൽ നമ്മുടെ വീടുകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ എവിടാന്ന് വെച്ചാൽ പറയാൻ കഴിയില്ല. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഒരുമിച്ചിരുത്തിയിട്ട് ഈ സാധനങ്ങൾ നിങ്ങൾ കാണിക്കരുത് കേട്ടോ. ഇത് കാണിക്കാൻ പറ്റിയ സാധനമല്ല. ആ സമയത്ത് നിങ്ങൾ വേറെ എന്തെല്ലാം വാർത്തകൾ. പാവപ്പെട്ട നമ്മുടെ പ്രവാസികൾ വളരെ കഷ്ടതയിലാണ്. പാവപ്പെട്ട പ്രവാസികൾ UAE-യിലും അതുപോലെ തന്നെ ഒമാനിലും സൗദിയുടെ വിവിധ ഭാഗങ്ങളിലും GCC പ്രദേശങ്ങൾ മുഴുവനും വെള്ളത്തിനടിയിലാണ്. നമുക്കൊരു പ്രളയമുണ്ടായപ്പോൾ, നമുക്കൊരു സങ്കടം വന്നപ്പോൾ അവരുടെ സഹായമാണ് കൈനീണ്ടത്. ആ സഹായം തന്ന പാവപ്പെട്ട വിദേശ രാജ്യത്ത് പണിയെടുക്കുന്ന പ്രവാസികൾക്കൊരു വിഷമം വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പൈസ അയച്ചു കൊടുക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. പക്ഷേ ആത്മാർത്ഥമായി അവർക്കൊന്ന് ദുആരക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. അള്ളാഹു തന്ന നിഅമത്തുകൾ മനസ്സിലാക്കണം. നമുക്ക് അള്ളാഹു തന്ന ഫള് മനസ്സിലാക്കണം. അതിന് ഒന്ന് TV ഒക്കെ ഓണാക്കി വെച്ചിട്ട് നിങ്ങൾ അതിന്റെ വാർത്തകളൊക്കെ ഒന്ന് കണ്ടു നോക്ക്. കഴിഞ്ഞ ദിവസം അപകടത്തിൽ ഒരു കുട്ടി, ആ കുട്ടിയുടെ ആഗ്രഹം എന്തായിരുന്നു? മാതാവ് സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുന്നു, രക്ഷപ്പെടില്ല എന്നറിഞ്ഞപ്പോൾ ഗൈനക്കോളജിസ്റ്റായ ഗീത എന്ന് പറയുന്ന വനിതാ ഡോക്ടറെ, ആ ഡോക്ടർ വന്നിട്ട് അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുത്ത് ആ പ്രിയപ്പെട്ട ഡോക്ടർ തന്റെ മാതാവിനെ പെട്ടെന്ന് എമർജൻസിയായ ഒരു സർജറി നടത്തിയിട്ട് ആ മേജർ സർജറിയിലൂടെ ഉമ്മയെ തിരിച്ചു കൊടുത്തപ്പോൾ ആ ഫാത്തിമ തസ്കിയ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമോളുടെ മനസ്സിന്റെ ആഗ്രഹം വന്നു, എനിക്ക് ഡോക്ടറാകണം. എന്തിന്? ആ മകള് പറയാണ്, ഗീതാ മേഡത്തിന് ഞാൻ ദുആരക്കാത്ത വഖത്തുകളില്ല, എന്റെ ഉമ്മ എനിക്ക് തിരിച്ചു തന്നതിന്, എന്റെ ഉമ്മയെ തിരിച്ചു തന്നതിന്. ആ പ്രിയപ്പെട്ട സഹോദരി ഇതേപോലെ പാവപ്പെട്ടവരെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കഴുത്തിൽ സ്റ്റെതസ്കോപ്പ് ഇട്ട് ആ പ്രിയപ്പെട്ട സഹോദരി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS-ന് ചേരുന്നു. ആ പ്രിയപ്പെട്ട സഹോദരി MBBS-ന് പഠിച്ചു 3ാം വർഷം വിദ്യാർത്ഥിനി. വയനാട് ജില്ലയിൽ വെച്ചുണ്ടായ അപകടത്തിൽ ആ പ്രിയപ്പെട്ട പൊന്നുമോള് മരണപ്പെട്ടു പോയി. ആലോചിച്ചു നോക്കിയേ, ആ പ്രിയപ്പെട്ട സഹോദരിയുടെ പ്രിയപ്പെട്ട ജ്യേഷ്ഠനും മരണപ്പെട്ടു പോയി വർഷങ്ങൾക്ക് മുമ്പ്. ആ നിലയിൽ ഒരു കുടുംബത്തില് 2-3 മരണം നടക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കണം, പടച്ചോനെ, അള്ളാഹു തന്ന നിഅമത്ത് എത്രയാണ്, അതിന് ലോക വിവരം ഉണ്ടാകണം. അതിന് നമ്മൾ ആ രീതിയിലുള്ളത് കാണണം. അല്ലാതെ അകത്ത് പറയേണ്ടതും അകത്ത് ചെയ്യേണ്ടതും പുറത്തു വന്നിരുന്ന് ചെയ്യുന്ന നാണം കെട്ട പരിപാടികൾ കണ്ടിട്ട് നമ്മുടെ മക്കൾ നമ്മുടെ മുമ്പിലിരുന്ന്, വാപ്പയുടെ ഉമ്മയുടെ മുമ്പിലിരുന്ന് അശ്ലീലങ്ങൾ പഠിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിച്ചാൽ പടച്ചോനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഖബറിനകത്ത് കിടക്കാൻ പറ്റൂല. അതുകൊണ്ട് ആ പരിപാടി അങ്ങ് നിർത്തിയേക്കണം, കാണരുത്. അത് കുറച്ചങ്ങ് റീച്ച് കിട്ടിയാൽ മതി അവർക്ക്. എന്തിനാ നമ്മളായിട്ട് നമ്മുടെ മക്കളെ പഴപ്പിച്ചിട്ട് അവർക്ക് എന്തിനാ റീച്ച് ഉണ്ടാക്കി കൊടുക്കുക? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് നന്നാകാം സഹോദരിമാരെ. ഇനി എത്ര നാളാ നമ്മൾ ഉള്ളത്, എന്തായാലും നമ്മുടെ നാളത്തെ അവസ്ഥ ഇതൊന്നും നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മളൊന്ന് ഖുർആനിലേക്ക് മടങ്ങ്. ആ ഖുർആനെ നമ്മൾ വാരിപ്പുണരാൻ ശ്രമിക്കുക. ആ ഖുർആൻ എടുക്കാൻ പഠിക്കേ. ആ ഖുർആനെ കേട്ടുപോയപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ ഈ പ്രസംഗത്തിൽ ഞാൻ എത്രയോ ആയത്തുകൾ ഓതുന്നു, പറയുന്ന എനിക്ക് ചലനം സൃഷ്ടിക്കപ്പെടുന്നില്ല, കേൾക്കുന്ന നിങ്ങൾക്ക് വേദനയുണ്ടാകുന്നില്ല, എനിക്കും നിങ്ങൾക്കും ഹൃദയത്തിന്റെ ഭിത്തികളുടെ ഉള്ളിലേക്ക് ധരിച്ചു കയറുന്നില്ല. എന്തുകൊണ്ടെന്നറിയോ? നമ്മളിപ്പോഴും ഖുർആനിന് സ്ഥാനം കൊടുത്തത് ഖൽബിലാ. പോരാ, സദറിലേക്ക് കയറ്റിക്കോ. അവിടെയും നിർത്തല്ലേ, ഫുആദിലേക്ക് കൊണ്ടുവാ. അവിടെ വെച്ച് നമ്മൾ ഓരോന്ന് ചിന്തിച്ചിട്ട് ആ ഖുർആനനുസരിച്ച് പ്രവർത്തിക്കുന്ന, ഖുർആനിന്റെ ചലിക്കുന്ന ഒരു പ്രതീകമായി മങ്കാട് നിലമയിലെ പെങ്ങളെ മാറട്ടെ, പുരുഷന്മാര് മാറട്ടെ.
എന്തുകൊണ്ടെന്നറിയോ പ്രിയപ്പെട്ടവരെ, ഒരിക്കല് വലീദ് ബിൻ മുഗീറ എന്ന് പറയുന്ന സത്യനിഷേധി അല്ലാഹുവിന്റെ ഹബീബിനെ ഏത് സമയത്തും വിഷമിപ്പിച്ചിരുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളിലെ പ്രധാനിയായിരുന്ന വലീദ് ബിൻ മുഗീറ, സഹോദരങ്ങളെ ചിന്തിക്കണേ, അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് ചെന്ന് എന്തിനാണെന്നറിയോ, മുഹമ്മദിനെ ഞാനൊന്ന് നോക്കട്ടെ നന്നാക്കാൻ പറ്റുമെന്ന്, മുഹമ്മദിനെ ഞാനൊന്ന് പറഞ്ഞ് നന്നാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് കയറി ചെന്നു. ആരാ? വലീദ് ബിൻ മുഗീറ. ആരാ വലീദ് ബിൻ മുഗീറ എന്നറിയോ? ഏറ്റവും വലിയ ബദ്ധവൈരിയ, ഖുർആൻ കണ്ടാൽ കലിതുള്ളുന്നവനാ, റസൂലുള്ളാഹി എന്ന് കേട്ടാൽ വല്ലാതെ കലിതുള്ളുന്നവനാ. പക്ഷേ മുഹമ്മദ് മുസ്തഫാനെ പഠിപ്പിക്കാൻ വേണ്ടി അടുത്തേക്ക് ചെന്നു. റസൂലുള്ളാഹിന്റെ ഒരു ശൈലിയുണ്ട്, ആര് വന്നാലും ഖുർആൻ ഓതി കൊടുക്കൂ, ആര് വന്നാലും ഖുർആൻ ഓതി കൊടുക്കൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറയുന്നത് അതിൻ്റെതായ ഗൗരവത്തോടെ നിങ്ങൾ എടുക്കണേ. എന്തിനാ ഞാൻ ഇങ്ങനെ വലീദ് ബിൻ മുഗീറ ശത്രുവാ എന്ന് പറയുന്നതെന്നറിയോ? നമ്മളിലേക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വലീദ് ബിൻ മുഗീറ ഏറ്റവും വലിയ ശത്രുവാ, റസൂലുള്ളാഹിന്റെ ശത്രുവാണ്, ഖുർആനിന്റെ ബദ്ധവൈരിയാണ്, ഇസ്ലാമിന്റെ ശത്രുവാ. പക്ഷേ വലീദ് ബിൻ മുഗീറ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെന്നു. ആ സമയത്ത് ഹബീബായ പ്രവാചകന് ഖുർആൻ ഓതി കൊടുത്തു. ആ ഖുർആൻ കേട്ടപ്പോ വലീദ് ബിൻ മുഗീറയുടെ മനസ്സിങ്ങനെ വെളുത്ത് വരികയാ. വലീദ് ബിൻ മുഗീറയുടെ മനസ്സിങ്ങനെ വെട്ടം വെച്ച് വരികയാ, മുഖം പ്രകാശിച്ച് വരികയാ. അവസാനം വലീദ് ബിൻ മുഗീറ എഴുന്നേറ്റൊരൊറ്റ ഓട്ടമങ്ങോടിയപ്പറേ, ഓടിപ്പോകുന്ന വഴിയിൽ കൂട്ടുകാരനായ അബൂജഹൽ ഓടി വരികയാ. എന്നിട്ട് അബൂജഹൽ ചോദിക്കുന്നു, വലീദ് ബിൻ മുഗീറ, മുഹമ്മദ് ഖുർആൻ ഓതിയത് നീ കേട്ടല്ലേ? അതെ, ഞാൻ കേട്ടു, മുഹമ്മദ് ഓതുന്ന ഖുർആൻ കേട്ടു. അബൂജഹലേ, എന്താ നിന്റെ നിലപാട്, എന്ത് പറയുന്നു കേട്ടിട്ട്? ആ സമയത്ത് വലീദ് ബിൻ മുഗീറ പറഞ്ഞ വാക്കെന്തെന്നറിയോ? പടച്ചോനാണ്, അതൊരു മനുഷ്യന്റെ സൃഷ്ടിയല്ല, അത് ദൈവീകം തന്നെ, അത് ദൈവത്തിൻ്റെതാണ്, ഒരു മനുഷ്യന്റെ സൃഷ്ടിയല്ല. അത് ഇനി ഞാൻ കേട്ടുകൊണ്ടിരുന്ന എന്റെ നെഞ്ചു പൊട്ടിപ്പോകും. അബൂജഹലേ, എന്തോ ഒരു മാസ്മരികതയാ, എന്തോ ഒരു വശ്യതയാ, എന്തോ ഒരു അത്ഭുതമാ അബൂജഹലേ ഖുർആൻ കേൾക്കാൻ എന്ന് പറഞ്ഞിട്ട് ആരാ ഓടിയത്? വലീദ് ബിൻ മുഗീറ. മറ്റൊരിക്കൽ ആരാ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നതെന്നറിയോ? സഹോദരങ്ങളെ, ഉത്ബത്ത് ബിൻ റബീഅ എന്ന് പറയുന്ന ഏറ്റവും വലിയ കുഫാറുകളിൽപ്പെട്ട നേതാവ്, ഈ പറയുന്ന വലീദ് ബിൻ മുഗീറയേക്കാൾ വലിയ ശത്രു. അങ്ങനത്തെ ശത്രു റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു. റസൂലുള്ളാഹി ഹാമീം സദദ എന്ന അധ്യായത്തിലെ ഫഇൻ അറളൂ ഫഖുൽ അൻദർതുകും എന്ന ആയത്ത് ഓതി കൊടുത്തപ്പോ ഓടി വന്നിട്ട് റസൂലുള്ളാഹിന്റെ വാ പൊത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദേ, ഇനി ഓതല്ലേ മുഹമ്മദ്, ഇനി ഓതരുതേ മുഹമ്മദ്, ഇനി ഓതിയാ ഞാൻ തളർന്നു പോകും മുഹമ്മദ്, ഞാൻ തളർന്നു വീണു പോകും മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് വലീദ് ബിൻ മുഗീറയേക്കാൾ ശത്രുവായ, ആ വലീദ് ബിൻ മുഗീറയേക്കാൾ വലിയ ഫാസിസ്റ്റായ ഉത്ബത്ത് ബിൻ റബീഅ അബൂജഹൽ ചോദിച്ചപ്പോ പറയുന്നു, അബൂജഹലേ, മുഹമ്മദ് ഓതിത്തരുന്നത് ദൈവീകമാണ്, കുറച്ചും കൂടെ ഓതിയിരുന്നെങ്കിൽ ഞാനങ്ങ് വീണു പോയേനെ. ഇതാരാ പറഞ്ഞത്? ഏറ്റവും വലിയ ശത്രുക്കളാ പറഞ്ഞത്. എന്നാ മുസ്ലിം കുടുംബത്തില്, മുസ്ലിം ബാപ്പാന്റെ രേതസ്കണത്തില്, മുസ്ലിം ഉമ്മാന്റെ ഗർഭാശയത്തില് ജനിച്ച് പിറന്നു വീണ് 5 വയസ്സ് കഴിഞ്ഞപ്പോ മങ്കാട് നിലമേലെ പള്ളിയിൽ കൊണ്ടുവന്ന അലിഫം ആദ്യാക്ഷരമേതി അദബ് പഠിപ്പിച്ച് അല്ലാഹയെ പരിചയപ്പെട്ട് 15 വയസ്സ് വരെ ഖുർആൻ പഠിച്ച എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, മങ്കാട് നിലമയിലെ ചെറുപ്പക്കാരാ, ഖുർആൻ ഓതുമ്പോ എന്തേ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി പോകാത്തത്? എന്തുകൊണ്ടാ നമുക്ക് പിടച്ചിൽ വരാത്തത്? വൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ. എന്തേ നമുക്ക് ഖുർആൻ കേൾക്കുമ്പോ ഹൃദയം പടയ്ക്കാത്തത്? എന്തുകൊണ്ടാണ് പെങ്ങളെ? ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളാകുന്ന ഫുആദിൽ ഖുർആൻ എത്തിയില്ല.
ഇപ്പോഴും നമ്മുടെ ഖുർആൻ അങ്ങ് അറ്റം പോയ കൽബിൽ ചെന്ന് നിൽക്കുകയാണ്. പോരാ, അത് കൽബിനകത്തേക്ക് കയറി സോദറിലൂടെ നേരെ ഫുആദിലെത്തണം. എന്നാലേ നമ്മുടെ ഹൃദയത്തിൽ ചലനം സൃഷ്ടിക്കാൻ കഴിയൂ. അങ്ങനെ കയറണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, വലീദ് ഇബ്നു മുഗീറ പറഞ്ഞ വാക്കാണ്. ആലോചിച്ച് നോക്കേ, ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഖുർആനിന്റെ ഏതാനും ആയത്തുകളെടുത്ത് നീക്കം ചെയ്യണമെന്ന് പറയുന്നവരുണ്ട്. ഖുർആൻ മാറ്റണമെന്ന് പറയുന്നവരുണ്ട്. ആലോചിച്ച് നോക്കിയേ, ഈ പറയുന്ന ആളുകളെ പോലെയാണോ ഏറ്റവും വലിയ ശത്രു, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു? ആ ശത്രു ഖുർആൻ കേട്ടുകൊണ്ടിരുന്നിട്ട് വെപ്രാളപ്പെട്ട് ഇനിയും കേട്ടിരുന്നാൽ ഞാൻ കെലിമ പറഞ്ഞു പോകുമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഓടിയതാരാ? ഏറ്റവും വലിയ ഖുർആന്റെ ശത്രു. ഇനി ഖുർആന്റെ ഏറ്റവും വലിയ മിത്രമായ ഞാനും നിങ്ങളും വെള്ളിയാഴ്ച പള്ളിയിലൊന്ന് ഉസ്താദ് ഖുർആൻ ഓതുമ്പോഴാണ്. ഇതല്ലേ നമ്മുടെ അവസ്ഥ? ഏറ്റവും നല്ല ഉറക്കം എപ്പോഴാണ്? ഏറ്റവും നല്ല ഉറക്കം എപ്പോഴാന്ന് ചോദിച്ചാൽ ശീതീകരിച്ച റൂമിലിരിക്കുമ്പോ കിട്ടാത്ത ഉറക്കം. 5 സ്റ്റാർ ഹോട്ടലിൽ എടുത്താൽ ടിക്കറ്റ് റൂം ബുക്ക് ചെയ്ത് കിടന്നുറങ്ങിയാൽ കിട്ടാത്ത ഉറക്കം. ഏറ്റവും നല്ല ഉറക്കം പുരുഷന്മാർക്ക് ആഴ്ചയിൽ അല്ലാഹു തആല 20 മിനിറ്റ് കൊടുത്തിട്ടുണ്ട്. എപ്പോഴാണെന്നറിയോ? ജുമയ്ക്ക് വരുമ്പോ എല്ലെണ്ണം ഉറങ്ങി തട്ടുകയാണ്. ഖുർആനല്ലേ ഇവിടെ ഓതുന്നത്? നമ്മളാരാ? ഖുർആന്റെ ആളുകൾ. വാപ്പ മരിച്ചപ്പോ ഖുർആൻ എടുത്ത്, വീട് പാലുകാച്ചി എടുത്തപ്പോ ഖുർആൻ കൊണ്ടാ കയറിയത്. മക്കൾക്ക് ഖുർആൻ പഠിക്കാൻ ഉസ്താദ് നിർത്തിയിട്ടുണ്ട്. പോക്കറ്റിൽ ഖുർആൻ ഉണ്ട്. മൊബൈലിനകത്ത് ഖുർആൻ, പല രീതിയിലുള്ള മോഡലുള്ള ഖുർആൻ. റിംഗ് ടൂൺ ഏതാ? ഖുർആൻ. എല്ലാം ഖുർആൻ. പക്ഷേ ഇവിടെ ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോഴോ തൂക്കി തട്ടുകയാണ്, ഇരുന്ന് ഉറങ്ങി തള്ളുകയാണ്. നേരെ മറിച്ച് അവിടെ എന്താ സംഭവിച്ചത്? ഖുർആൻ കരിച്ചു കളയണമെന്ന് പറഞ്ഞ വലീദ് ഉത്ബത്ത് ബിൻ റബിയ, നബിതങ്ങളെ കൊല്ലണമെന്ന് പറഞ്ഞവൻ, അല്ലാഹു എന്ന് പറയുന്നത് ഏകനാണ് എന്ന് സമ്മതിക്കാത്തവൻ, പരിശുദ്ധ ഖുർആൻ വഴിയിലിട്ട് കരിച്ചു കളയണമെന്ന് പറഞ്ഞവൻ, ഖുർആനിൽ വിശ്വസിച്ചു പോയ ഒരു സമൂഹത്തെ തടഞ്ഞു നിർത്തിയിട്ട് ക്രൂരമായിട്ട് കൊന്നവൻ, ഇസ്ലാമിന്റെ ബദ്ധവൈരി. ആ ഇസ്ലാമിന്റെ ബദ്ധവൈരിയുടെ മുമ്പിൽ അള്ളാന്റെ ഹബീബ് ഇത്രേ പറഞ്ഞോളൂ ഹാമി സജദയില്, ഇത്രയും പറഞ്ഞപ്പോ ചാടിയിട്ട് വായി പൊത്തിട്ട് പറഞ്ഞു, ഓതരുത് മുഹമ്മദേ, ഓതരുത്. എന്നിട്ട് വായും പൊത്തിപ്പിടിച്ചിട്ട് ഓടുക. വഴിയിൽ വെച്ച് അബൂജഹൽ പിടികൂടി, എന്താ ഉത്ബത്തെ നീ പോകുന്ന എങ്ങോട്ടാ റബിയത്തെ? ആ സമയത്ത് ഉത്ബത്ത് ബിൻ റബിയത്തോട് ചോദിച്ചു, ഉത്ബ നീ എങ്ങോട്ടായി പോകുന്നേ? ഞാൻ മുഹമ്മദിന്റെ അടുത്ത് ചെന്നപ്പോ മുഹമ്മദ് ഓതി ഖുർആൻ. കേട്ടോ? നീ കേട്ടു? എന്താ നിന്റെ നിലപാട്? പടച്ചോനാണ്, അത് മനുഷ്യന്റെ സൃഷ്ടിയല്ല, അത് ഗാനമല്ല, അത് ഒരിക്കലും സാഹിത്യമല്ല, അത് ദൈവികമാണ്. ഇനി ഞാൻ അവിടെ ഇരുന്ന വിശ്വസിച്ചു പോയേനെ. അപ്പൊ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായ? നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ മനസ്സിലായ? ഇസ്ലാമിന്റെ ശത്രുക്കൾ ഖുർആൻ കേട്ടപ്പോ എവിടെ കൊണ്ട് കേട്ടു? കൽബിന്റെ ഉള്ളിന്റെ കൊണ്ട് കേട്ടു. ഖുർആന്റെ ആളുകളായ നമ്മൾ എവിടെ കൊണ്ടാ ഖുർആൻ കേൾക്കുന്നത്? പുറന്തോട് കൽബിൽ വെച്ചാ കേൾക്കുന്നത്. അത് മാറണം. അത് മാറിയാൽ ഒരായത്ത് കേട്ടാൽ മതി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നമസ്കാരത്തിലാണ്. അതുവഴി നടന്നു പോകുന്ന ഒരു സഹാബി ആയിഷ ബീവിയുടെ വീട്ടിന്റെ മുമ്പിലേക്ക് വന്ന് നിൽക്കുകയാ. എന്നിട്ട് ആയിഷ ബീവി നിസ്കാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആയിഷ ബീവിക്ക് പട്ടണത്തിൽ നിന്ന്, മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങണോ എന്ന് ചോദിക്കാനാണ്. പക്ഷേ ആയിഷ ബീവി നിസ്കാരത്തിൽ നിന്ന് വെളിയിലേക്ക് വരുന്നില്ല. അവര് കൈകെട്ടി തന്നെ നിൽക്കുകയാണ്. അവർ ഓതുകയാണ്, ഫവഖാനാ ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂ. അല്ലാഹു വലിയ വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നിരിക്കുകയാ. അല്ലാഹു കത്തിയാളുന്ന നരകത്തിന്റെ തീച്ചൂടിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കുകയാ. ഇത് പറഞ്ഞിട്ട് ആയിഷ ബീവി ഖുർആൻ ഓതുന്നു. ഓതികിട്ട് നിർത്തുന്നില്ല. പൊട്ടി കരയുകയാ. പ്രിയപ്പെട്ട പെങ്ങളെ, ഖുർആൻ ഓതികിട്ട് നമുക്കെന്തേ കരച്ചിൽ വരാത്തത്? വല്ലാഹി തമ്പുരാനെ തന്നാണ് സത്യം. ഖുർആൻ ഹൃദയം കൊണ്ട് പഠിച്ചാൽ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക്
ഖുർആൻ നമ്മളെടുത്ത് വെച്ചാൽ ഉറപ്പാണ് പെങ്ങള്, ഖുർആനിന്റെ ഒരായത്ത് കേട്ടാ നമ്മൾ തളർന്നു പോകും, ഖുർആനിന്റെ ഒരായത്ത് കേട്ടാ നമ്മൾ തകർന്നു പോകും, ഖുർആനിന്റെ ഒരായത്ത് കേട്ടാ നമ്മൾ ക്ഷീണിച്ചു പോകും. എന്തുകൊണ്ടാ? അത് ഹൃദയത്തിന്റെ ഉള്ളിൽ നമുക്ക് ഖുർആൻ കയറ്റി വെക്കണം. ഇന്ന് പുറന്തോടിൽ വെച്ച് ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുന്നത് കൊണ്ടാ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചലനം സൃഷ്ടിക്കാതെ പോയത്. അതുകൊണ്ട് തീരുമാനിച്ചൂടെ, ഖുർആനിലേക്ക് മടങ്ങിക്കൂടെ പെങ്ങളെ? ഒരു ദിവസം പോലും ഖുർആൻ മുടങ്ങല്ലേ. ഖുർആൻ നിങ്ങൾ വായിക്കണം, പാരായണം ചെയ്യണം, മനഃപ്പാഠമാക്കണം, അതൊക്കെ നല്ലതാ. പക്ഷേ ഞാൻ എന്റെ പെങ്ങളോട്, എന്നെ കേൾക്കുന്ന പുരുഷന്മാരോടൊരു കാര്യം പറയട്ടെ. ഖുർആൻ ഹിഫ്ള് ചെയ്യണമെന്നോ, ഖുർആൻ ഓതണമെന്നോ, ഖുർആൻ മനഃപ്പാഠം ചെയ്യണമെന്നോ, ഖുർആൻ ബറക്കത്തിന് വേണ്ടി ഓതണമെന്നോ ഒക്കെ ഉള്ളത് ശരി തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, അറ്റ്ലീസ്റ്റ് നമ്മൾ ഓതുന്ന നിസ്കാരത്തിൽ ഓതുന്ന ഫാത്തിഹയും ചെറിയ സൂറത്തെങ്കിൽ ഒന്ന് അർത്ഥമറിയണ്ടേ പ്രിയപ്പെട്ടവരെ, അർത്ഥമറിയണ്ടേ. ഒന്ന് പഠിക്കാൻ തീരുമാനിക്കും. പള്ളിയിൽ ഉസ്താദ് ഉണ്ടോ എന്ന് നോക്കിയാൽ മാത്രം പോരാ. തിങ്കളാഴ്ച ബുധനാഴ്ച വന്നിട്ട് ഉസ്താദ് പോയ, വെള്ളിയാഴ്ച രാവിലെ വന്നിട്ട് ഉസ്താദ് വന്നോന്ന് മാത്രം നോക്കിയാൽ പോരാ. സഹോദരിമാരെ, നിങ്ങൾക്ക് എന്താ പണി? ഒരു ദിവസം ഒരായത്ത് പഠിക്കും. ബാക്കി നിങ്ങൾ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഖുർആൻ പഠിക്കാൻ തീരുമാനിക്കും. പ്രായം എത്ര കഴിയട്ടെ, കാണാതെ പഠിക്കുന്നവിടെ ഇരിക്കട്ടെ, നല്ലതാ. ഖൈറുക്കും മൻ ഹഫിളൽ ഖുർആന എന്നല്ല റസൂൽ പറയുന്നത്. നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായവർ ഖുർആൻ ഹാഫിളീങ്ങളെന്നല്ല. ഖൈറുക്കും മൻ തലൽ ഖുർആന, നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠവർ ഖുർആൻ ഓതുന്നവരെന്നല്ല പറഞ്ഞത്. പറഞ്ഞെന്താ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിക്കുന്നവരാണ്. ഖുർആൻ പഠിക്കുന്നവരാണ്. പേജ് മറിച്ച് വിട്ട് ഖുർആൻ ഓതി 10-20 ഖത്തം തീർത്തു, ഞാൻ 100 ഖത്തം തീർത്തു, ഞാൻ 150 തീർത്തു, നീ എത്ര അടി, ഞാൻ 200 തീർത്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാം, നല്ലതാ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഓതുന്നത് കുറച്ച് ഓതിയാലും കുഴപ്പമില്ല, ഒരായത്ത് വെച്ച് ഒരു ദിവസം പഠിക്കാൻ തീരുമാനിക്കും. അർ-റഹ്മാൻ റഹീം ഇപ്പോഴും ചോദിച്ചു നോക്കണം പെങ്ങന്മാരുടെ അടുത്ത്. എന്താണ് കരുണാനിധിയും കരുണാകരനും? ഇത് കേരളത്തിലെയും തമിഴ്നാട്ടിലെ രണ്ട് മുഖ്യമന്ത്രി ആരാ? ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, കരുണാനിധിയും കരുണാകരനുമായ പടച്ച തമ്പുരാൻ. അപ്പോഴും അങ്ങനെ തന്നെ അർത്ഥം വെച്ചോണ്ടിരിക്കുന്നത് അല്ലേ? എന്തായി റഹ്മാൻ, എന്തായി റഹീം എന്നാ പഠിക്കുന്ന ഇനി? എന്ന് കരുണാകരനെ കരുണാനിധിയും കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? എന്തായി റഹ്മാൻ എന്ന് പറഞ്ഞാൽ? മുസ്ലിങ്ങളെ, ഒരു സന്യാസി ഖുർആൻ പഠിച്ചു. നിങ്ങൾക്കറിയോ? കേരളത്തിലെ ഒരു സന്യാസി ഖുർആൻ പഠിച്ചു. പൊട്ടുതൊട്ട കാശായ വസ്ത്രം ധരിച്ച ഒരു സന്യാസി ഖുർആൻ പഠിച്ചു. അയാൾ ഖുർആൻ പഠിച്ചിട്ട് അയാൾ ഒരു വാരികയിൽ, ആഴ്ച തോറും വരുന്ന ഒരു വാരികയിൽ അദ്ദേഹം പഠിച്ച ഖുർആനെ പറ്റി ലേഖനം എഴുതി. ഞാൻ ആ ലേഖനം സ്ഥിരമായി വായിക്കുന്ന ഒരാളാണ്. സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇയാൾ റഹ്മാൻ റഹീം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ 2 ഇസ്മുകൾക്ക് അർത്ഥം വെച്ചിരിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പടച്ചോനെ, 10 കൊല്ലം എന്തിനാ പഠിച്ചതെന്ന് ചിന്തിച്ചു. നമ്മളിപ്പോഴും കരുണാകരന്റെ അടുത്ത് കിടക്കണേ ഉള്ളൂ, കരുണാനിധിയുടെ അടുത്ത്. സ്വാമി എന്താ അർത്ഥം വെച്ചെന്നറിയോ? റഹ്മാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാകാൻ വേണ്ടി പറയാൻ എന്ന് ചിന്തിച്ചു നോക്കണം. കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്ക്, മക്കൾ ഉമ്മമാര് മക്കളോട് പഠിപ്പിച്ചു കൊടുക്ക്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ മഴവെള്ളം, ഒരധ്വാനം ഇല്ലാതെ കിട്ടുന്നതാണ് മഴവെള്ളം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾക്ക് മാത്രമേ മഴ പെയ്യുള്ളൂ. ഇവിടെ സുന്നികൾ, ഇവിടെ മുജാഹിദ് അവിടെ പെയ്യണ്ട, ഇവിടെ ജമാഅത്ത് ഇസ്ലാമി അവിടെയും പെയ്യണ്ട, ഇവിടെ സുന്നി AP കുറച്ച് അവിടെ പെയ്യട്ടെ, ഇവിടെ EK കുറച്ച് അവിടെയും പെയ്യട്ടെ, പിന്നെ ദക്ഷിണക്കാർക്ക് നാളെ. അങ്ങനെയാണ് മഴ പെയ്യുന്നത്. കാഫിറിനും കിട്ടും, മുസ്ലിമിനും കിട്ടും, മുബത്തദിക്കും കിട്ടും, സുന്നിക്കും കിട്ടും, ജാഹിലിനും കിട്ടും, ആലിമിനും കിട്ടും, ആണിനും കിട്ടും, പെണ്ണിനും കിട്ടും. യാതൊരു അധ്വാനവും ഇല്ല. മഴ പെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ? അതാണ് റഹ്മാൻ. ഒന്നും ചെയ്യേണ്ട, അള്ള തന്നോണ്ടിരിക്കാൻ. നിസ്കരിക്കാൻ വേണ്ട, നോമ്പ് പിടിക്കാൻ വേണ്ട, അള്ള തരുവന്നേ. നിസ്കരിക്കുന്നവർക്ക് മാത്രം പണം കൊടുക്കുവോ? എന്താ പിന്നെ കൊള്ളാമല്ലോ പടച്ചതമ്പുരാൻ. ആരുടെ കയ്യിലാ പൈസ ഉള്ളത്? ഇപ്പൊ പണ്ട് നമ്മൾ പറയും പണം പത്മനാഭന്റെ കയ്യിലാണ്, പണം പത്മനാഭന്റെ കയ്യിലാണ്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്നിടത്താണ് എന്റെ ഞാൻ ജുമയ്ക്ക് പോകുന്ന പള്ളി, സെൻട്രൽ ജുമാ മസ്ജിദ്. ഇത് ഈസ്റ്റ് ഫോർട്ട്, അത് മണക്കാട്. പണം പത്മനാഭന്റെ കയ്യിലാന്ന് പണ്ടുള്ളവര് പറഞ്ഞു. ശരിയാണ്, പണം ഇപ്പൊ ഒത്തിരി ഇരിക്കുന്നത് എവിടെയാണ്? പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ.
എന്റെ അല്ലാഹു തആല നമ്മുടെ പള്ളി തരാത്തത്, മക്കയില് എന്റെ മദീന തരാത്തത്? റഹ്മാനാണ് പടച്ചവൻ. ഇവിടെ അവനെ അനുസരിക്കുന്നവർക്കും കൊടുക്കും, അനുസരിക്കാത്തവർക്കും കൊടുക്കും. മഴവെള്ളം പോലെ ഒരു അധ്വാനവും വേണ്ട. പക്ഷെ റഹീം എന്ന് പറയുന്നത് അത് കിണറിലെ വെള്ളം പോലെയാ. അത് കിണറിലെ വെള്ളം പോലെയാണ്. എന്താ കിണറിലെ വെള്ളം എന്നറിയോ? കിണർ വെട്ടുന്നവനെ കാണണം, അവനെ വിളിച്ചുകൊണ്ട് വരണം, എന്നിട്ട് അവനോട് ചോദിക്കണം എവിടെയാണ് വെള്ളം കിട്ടാൻ സാധ്യതയുള്ളത്. അവനവന്റെ ചില കോപ്പുകൾ വെച്ച് നോക്കും വെള്ളം എവിടെ കിട്ടുമെന്ന്. എന്നിട്ട് അവനോട് പറയുന്നു ഇവിടെ കുഴിക്കാ. അങ്ങനെ കുഴിക്കാൻ തുടങ്ങുന്നു. ഒരടി ഇത്ര രൂപ, രണ്ടാമത്തെ അടിക്ക് ഇത്ര രൂപ, 100 അടി കഴിഞ്ഞാ വെള്ളം കിട്ടിയില്ലെങ്കിൽ ഇത്ര, വെള്ളം കിട്ടിയാൽ ഇത്ര. ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചുളയിറക്കി പൈസ കൊടുത്തിട്ട് ആളിനെ നിർത്തി ഉച്ച ഊണും കൊടുത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കൊടുത്ത് വൈകുന്നേരം ചായയും കടിയും കൊടുത്ത് പോകുമ്പോ നല്ല നോട്ടും എണ്ണി കൊടുത്ത് കുളിക്കാൻ വെള്ളവും കൊടുത്ത് നാളെ വരണേ എന്ന് യാചിച്ചിട്ട് അവനെ പറഞ്ഞു വിടുന്ന അധ്വാനിക്കുന്നവന് കിട്ടുന്ന വെള്ളമാണ് മഴവെള്ളം, കിണറിലെ വെള്ളം. അതാണ് റഹീം. നിസ്കരിക്കുന്നവനെ സ്വർഗം കിട്ടൂ, അധ്വാനിക്കുന്നവനെ അള്ളാന്റെ സ്വർഗം കിട്ടൂ, അധ്വാനിക്കുന്നവനെ ഹൗദുൽ കൗസർ കിട്ടൂ, അധ്വാനിക്കുന്നവനെ സിറാത്ത് മിന്നൽ വേഗത്തിൽ പോകാൻ പറ്റൂ. ഇവിടെ അധ്വാനിക്കുന്നവന് മാത്രം അവിടെ അല്ലാഹ് തആല എല്ലാം കൊടുക്കും. അതാണ് റഹീം. എത്ര അർത്ഥവത്തായ. എന്റെ സ്വാമിക്ക് തോന്നിയത് നമ്മൾ എന്തേ പഠിക്കാൻ തീരുമാനിക്കാത്തത്? ഞാൻ ചോദിക്കട്ടെ, ഫാത്തിഹ അറിയുന്ന പൂർണ്ണമായ വേറെ ഒന്നും വേണ്ട. എന്താ അമാനി? ഇവിടെ ആരെങ്കിലും മരിച്ചാൽ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് പറയുമല്ലോ. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലുള്ള ഒരു കാര്യം ഇതാണ്. മയ്യത്ത് കൊണ്ടുവച്ചാൽ പറയും ഇത് മയ്യത്താണ്, മരിച്ചുപോയി, ഇന്നലെ ഒരു അമ്മ ഉണ്ടായിരുന്നു, മരിച്ചു കിടക്കുകയാണ്, ഇനി നമുക്ക് നിസ്കാരം മാത്രമേ ഉള്ളൂ. ആദ്യത്തെ തക്ബീറിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ, രണ്ടാമത്തെ തക്ബീറിന് ശേഷം നബിയുടെ പേരിലുള്ള സ്വലാത്ത്, അറിയുന്നവർ പൂർത്തിയാക്കി ഓതുക, അല്ലാത്തവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. മൂന്നാമത്തെ തക്ബീർ കഴിഞ്ഞാൽ മയ്യത്തിന് വേണ്ടിയുള്ള ദുആയാണ് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു. തീർത്തറിയുന്നവർ ഓതണം, അല്ലാത്തവർ ആവർത്തിച്ചുകൊണ്ടേ ഇരുന്നോളി. അത് കഴിഞ്ഞിട്ട് നാലാമത്തെ തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ലാ തഹരിംനാ അജ്റ ഒരു ദുആ സുന്നത്തുണ്ട്, അറിയുന്നവർ ഓതും, അല്ലാത്തവർ ഓതണ്ട. എന്നിട്ട് സലാം വീട്ട് നമുക്കൊണ്ട് അടക്കാം. ഇതല്ലേ ഇമാം പറയുന്നത്? അല്ലേ? അങ്ങനല്ലേ? ഞാൻ ചോദിക്കട്ടെ, അപ്പുറത്തെ വീട്ടിലെ ഏതോ ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ നമ്മൾ ആവർത്തിച്ചു, ഇപ്പുറത്തെ വീട്ടിലെ താത്ത മരിച്ചപ്പോഴും നമ്മൾ പള്ളിയിൽ ഒന്ന് ആവർത്തിച്ചു. ഇനി മരിക്കാൻ കിടക്കുന്നതിന്റെ വാപ്പാടെ മയ്യത്ത് വെച്ചിട്ട് ആവർത്തിച്ചാൽ മതിയോ? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. എടാ, വാപ്പ ജന്മം തന്നെ അന്ന് വാപ്പായുമായും വേണ്ട ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളിക വാങ്ങി കഴിച്ചിരുന്നെങ്കിൽ ഇത് നമ്മൾ ഉണ്ടാവൂല. ആ നിലയിൽ ഇത്രയും കട്ടപ്പെട്ട് വളർത്തി, തേനും പാലും ഒന്നും പറഞ്ഞ് വളർത്തി, കൈ വളരുന്നോ കാല് വളരുന്നോ എന്നും പറഞ്ഞ് നോക്കി വളർത്തിയ നമ്മൾ മക്കളുണ്ടല്ലോ. വാപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി, ഒന്നും വേണ്ട. എടാ, മയ്യത്ത് നിസ്കരിക്കുമ്പോ അത് പൂർത്തിയാക്കിയ ദുആയെങ്കിലും ഓതാനുള്ള കെൽപ്പില്ലാത്ത മക്കളാണെങ്കിൽ പിന്നെന്തിനായി മക്കള്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്ത് ഗുണമാണ് ഈ മക്കളെ കൊണ്ട്? ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ എന്റെ മോൻ അറിഞ്ഞില്ല. വാപ്പയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ആളുകളെ വിളിച്ചുകൊണ്ട് വന്നു. എന്തിനാണ്? അതുകൊണ്ട് പരിശുദ്ധ ഖുർആന് പഠിക്കണം, ഖുർആനുമായിട്ട് ബന്ധം വേണം. ആ ഖുർആനിന്റെ ചലിക്കുന്നവരായി നമ്മൾ മാറണം. കാന ഖുലുഖുൽ ഖുർആൻ. അല്ലാഹുവിന്റെ ഹബീബ് ചലിക്കുന്ന ഖുർആനായിരുന്നല്ലോ. 9:30 മണി കഴിഞ്ഞു. ഞാൻ ഇനി അവശേഷിക്കുന്ന 15 മിനിറ്റ് കൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുകയാ. ഹബീബായ പ്രവാചകനെ പരിചയപ്പെടുത്തിയ 3 മണ്ണുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞ 3 ഹൃദയത്തിന്റെ കാര്യമാണ്. ഇനി 3 മണ്ണിന്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. 3 മണ്ണ് ഏത് മണ്ണാണെന്നറിയോ? നമ്മുടെ നാട്ടിൽ 3 സൈസ് മണ്ണുണ്ടറിയുമല്ലോ. ഒന്ന് നല്ല മണ്ണാണ്, ഇവിടത്തേക്കുള്ള മണ്ണാണ്. ഈ മണ്ണിന്റെ പ്രത്യേകത എന്താണ് പ്രിയപ്പെട്ടവരെ? ഇതിനകത്ത് മണ്ണ് നല്ല മണ്ണാണ്, നല്ല ധാരാളം ഫലപുട്ടിയുള്ള മണ്ണാണ്. ഈ മണ്ണിന്റെ പ്രത്യേകത എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ചെടി നട്ടാ ചെടി മുളയ്ക്കുന്നതാണ്, തെങ്ങും തൈ വെച്ചാ തെങ്ങ് മുളച്ച് തേങ്ങ തരുന്നതാണ്. അതുപോലെ തന്നെ വാഴ വെച്ചാൽ വാഴ കൊലച്ചിട്ട് കൊല നമുക്ക് പഴം തരുന്നതാണ്. അങ്ങനെ നല്ല മണ്ണാണ് നമ്മുടെ മണ്ണ്. എന്നാ ചില സ്ഥലങ്ങളിൽ നിങ്ങൾ പോയി നോക്കണേ, ചില സ്ഥലങ്ങളിൽ ഉറച്ച മണ്ണാണ്, അതിനകത്ത് സസ്യങ്ങൾ നടാൻ പറ്റില്ല, അവിടെ തെങ്ങ് വെക്കാൻ പറ്റില്ല, അവിടെ വാഴ വെക്കാൻ പറ്റില്ല. പക്ഷേ അവിടുത്തെ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്, അത് പാറ പോലത്തതാണ്. ആ പാറയിൽ വെള്ളം കെട്ടി നിന്നാൽ ആ പാറയിൽ കിടക്കുന്ന വെള്ളം
വെള്ളം ആളുകൾ കോരിക്കൊണ്ടുപോയി കോരി കുടിക്കും. അവര് മൃഗങ്ങളെ കുളിപ്പിക്കും, മൃഗങ്ങളെ കുടിപ്പിക്കും, അവര് വണ്ടി കഴുകും, വീട് വൃത്തിയാക്കും. എന്നാൽ ഇനി മൂന്നാമതൊരു സൈസ് മണ്ണുണ്ട്. എന്താണെന്നറിയോ? അത് ചില ഭാഗങ്ങളിൽ കാണാം മണലാണ്. ആ മണലാണ് വല്ലാത്ത മണലാണ്. അവിടെ ഒരു സസ്യം മുളക്കില്ല, അവിടെ യാതൊരു നിലയിലുള്ള ചെടിയും നടാൻ പറ്റില്ല. അത് മണലാണ്. എന്നാ പ്രിയപ്പെട്ടവരെ, വെള്ളം പിടിച്ചു നിർത്തിയിട്ട് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ കോരിയെടുക്കാൻ പറ്റുന്ന അവസ്ഥയുമല്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മസലുമാ ബഅസനില്ലാ, അല്ലാഹു തആല എന്നെ ഖുർആൻ കൊണ്ടാണല്ലോ അയച്ചത്. എന്നാ ഖുർആൻ ഇറങ്ങുന്ന സ്ഥലം, ഖുർആൻ ഇറങ്ങുന്ന മനുഷ്യന്റെ പ്രത്യേകത 3 മണ്ണ് പോലെയാണ്. ഒന്നാമത്തേതൊക്കെ മസലിൽ ഗൈസിൽ കസീർ, അല്ലാഹുവിന്റെ ഖുർആൻ പേമാരിയാണെന്ന് വെച്ചോ, ഖുർആനാണ് ഈ മഴയെന്ന് സങ്കൽപ്പിക്ക്. ആ മഴ പെയ്തിറങ്ങുമ്പോ ചില ഭൂമിയുണ്ട്, ആ ഭൂമിയുടെ പ്രത്യേകത കാനമിൻഹാ നഖിയ, ആ മണ്ണിന്റെ പേര് നഖിയത്ത് എന്നാണ്. എന്നാണ് അതിന്റെ പ്രത്യേകത എന്നറിയോ? ഖബിലത്തിൽ മാ, മഴവെള്ളം ശേഖരിച്ചിട്ട് അമ്പത്തത്തിൽ കലഅവൽ ഉശുബൽ കസീർ, ഒരുപാട് പുല്ലുകൾ മുളപ്പിക്കുന്ന, ഒരുപാട് സസ്യങ്ങൾ മുളപ്പിക്കുന്ന, ഒരുപാട് ഫലപുട്ടിയുള്ള മരങ്ങളെ വളർത്തുന്ന ഏറ്റവും നല്ല മനോഹരമായ പരിശുദ്ധ മണ്ണ് മങ്കാട് നിലമയിലും മണ്ണതാണ്. ഇവിടെ ഒരു വാഴ വെച്ചാ കൊല കിട്ടൂലേ, തെങ്ങ് വെച്ചാ തേങ്ങ കിട്ടൂലേ? കാരണം എന്താണ്? ഈ മണ്ണിന്റെ പേര് നഖിയത്ത് എന്നാണ്. പേമാരി പെയ്തിറങ്ങിയാൽ ആ വെള്ളം മണ്ണ് പിടിച്ചിട്ട് ഇവിടെ നിന്ന് ധാരാളം പഴവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ തേങ്ങകൾ, അതുപോലെ തന്നെ മാങ്ങ, ചക്ക, ഇതുപോലുള്ളത് നമുക്ക് കിട്ടുമല്ലോ. വിശുദ്ധ ഖുർആനാകുന്ന മഴ പെയ്യുന്ന ഭൂമി ചില ആളുകളുടെ നഖിയത്താണ്. നമ്മൾ അങ്ങനെയാകണം. എങ്ങനെ? നമ്മളിൽ നിന്ന് ഈ ഖുർആന്റെ മഴ പെയ്തിറങ്ങുമ്പോ നമ്മുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഉപകാരമുള്ള പ്ലാവിലെ ചക്ക പോലെ, മാവിലെ മാങ്ങ പോലെ, തെങ്ങിലെ തേങ്ങ പോലെ, വാഴയുടെ കുല പോലെ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന, നമുക്കും ഉപകരിക്കുന്ന രീതിയിൽ നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. എന്നാൽ ചില മണ്ണ്, എന്നാൽ അതിലൊരു മണ്ണിന്റെ പ്രത്യേകത കാനത്ത് മിൻഹാ അജാദിബു, ഉറച്ചതാണ്, പാറ പോലെയാണ്. പാറ പോലെയാണ്. നമ്മൾ ചിലരെ കണ്ടിട്ടില്ലേ? ചിലര് ഖുർആനൊക്കെ അറിയുന്നവരാണ്. ഇപ്പൊ എന്നെ ഉദാഹരണം എടുക്കുക. ഞാൻ ഖുർആനൊക്കെ അൽഹംദുലില്ലാഹ് പഠിച്ചിടത്തോളം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതാണ് ഞാൻ ഇത്ര നേരം കണ്ട പ്രസംഗിച്ചത്. ഞാൻ അജാദിബ് പോലെയാണ്, ഉറച്ചു കിടക്കുകയാണ്. വെള്ളം സ്വീകരിച്ച് എന്റെ ഭാഗത്ത് നിന്ന് കൊലയും ഇല്ല, തേങ്ങയില്ല, മാങ്ങയില്ല, ചക്കയില്ല. പിന്നെന്താ? എന്റെ ഉറച്ച മണ്ണിലേക്ക് വീണ ഖുർആൻ എന്ന മഴ നിങ്ങൾ ഇഷ്ടം പോലെ കോരി എടുത്തുകൊണ്ട് പോയി. 2 മണിക്കൂർ കൊണ്ട് ഞാൻ പ്രസംഗിക്കുകയല്ലേ. നിങ്ങൾ എന്തെല്ലാം പഠിച്ചിപ്പോ? നിങ്ങൾ വെള്ളം കോരിക്കൊണ്ട് പോകുന്നത് പോലെയാണ്. നിങ്ങൾക്ക് ഉപകരിച്ചു, എനിക്ക് ഉപകരിച്ചില്ല. നിങ്ങൾക്ക് ഉപകരിച്ചു, എനിക്ക് ഉപകരിച്ചില്ല. കാരണം ഞാൻ പ്രവർത്തിക്കുന്നവനല്ല, പറയുന്നവനാണ്. നിങ്ങളോ ഇതിൽ നിന്ന് കോരിയെടുത്തു. ഇനി മൂന്നാമതൊരു മണ്ണുണ്ട്. ആ മണ്ണിന്റെ പേര്, പ്രിയപ്പെട്ടവരെ, അത് ഖീആൻ എന്നാണ് അതിന്റെ പേര്. എന്ന് പറഞ്ഞാൽ മണൽക്കാട്. അതില് ഏതെങ്കിലും വാഴ കൊണ്ട് നട്ട അങ്ങനെ നിന്ന് കരിഞ്ഞു പോവും. മണലല്ലേ? എന്നാ പിന്നെ പാറ പോലെ ഉറച്ചിരുന്നെങ്കിൽ ജനങ്ങൾക്ക് വെള്ളമെങ്കിലും എടുക്കായിരുന്നല്ലോ. അതുമില്ല. കാരണം മഴ പെയ്ത അപ്പോഴേ ഭൂമി അങ്ങ് പിടിക്കാൻ എന്ന് വെച്ചിട്ടൊരു സസ്യം മുളയ്ക്കോ? അതുമില്ല. ഇത് നമ്മളാകരുത് എന്ന് പറഞ്ഞാൽ ഖുർആൻ കേട്ടോ, കേട്ട് നിനക്ക് ഉപകരിച്ചോ? ഉപകരിച്ചില്ല. എന്നാ മറ്റുള്ളവന് ഉപകരിച്ചോ? അതുമില്ല. അങ്ങനെയാണ് ഇപ്പൊ നമ്മളുള്ളത്. ആദ്യ വിഭാഗം ഏതാ? ഖുർആൻ പഠിച്ചു, അമലുകൾ കുറെ ചെയ്തു. രണ്ടാമത്തെ വിഭാഗം ഏതാ? പഠിച്ചു, നീ അമല് ചെയ്തില്ല, നീ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു, അവരൊക്കെ അമല് ചെയ്തു. ഉറച്ച ഭൂമിയിൽ പെയ്യുന്ന മഴ ജനങ്ങൾ കോരിയെടുത്തതുപോലെ. ഏത് വേണമെന്ന് തീരുമാനിക്കുക. എന്തായാലും അവസാനത്തത് വേണ്ട, എന്തായാലും അവസാനത്തത് വേണ്ട. എന്നിട്ട് നമുക്ക് വിശുദ്ധ ഖുർആനിനെ നേരെ നമുക്ക് കൊണ്ടുവെക്കേണ്ടത് ഹൃദയത്തിന്റെ ഭിത്തിയുടെ ഉള്ളിലാകണം. എന്നിട്ട് ഓരോ ആയത്തുകൾ പഠിക്കണം. ഓരോ ആയത്തുകൾ പഠിച്ച് ജീവിതത്തിലേക്ക് അമലുകൾ ചെയ്ത് അള്ളാഹുവിന്റെ പൊരുത്തം കരസ്ഥമാക്കുന്ന ഏറ്റവും നല്ല ആളുകളായി നമ്മൾ മാറണം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ നമ്മൾ രക്ഷപ്പെടാൻ ഒരു
ഒരു വലിയ തെരഞ്ഞെടുപ്പിന്റെ മുന്നിലെത്തുമ്പോ, ഏത് തെരഞ്ഞെടുപ്പ്? ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പല്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളല്ല, ഏതെങ്കിലും ചെറിയ ജമാഅത്തിന്റെ തെരഞ്ഞെടുപ്പുകളല്ല. ഏത് തെരഞ്ഞെടുപ്പാണ്? ഫരീഖും ഫിൽ ജന്ന, ഒരു വിഭാഗം സ്വർഗത്തിൽ, ഫരീഖും ഫിസ് സഈർ, ഒരു വിഭാഗം നരകത്തിൽ. അവിടെ ജഡ്ജിയായ അല്ലാഹ്, സാക്ഷികളും പ്രതികളും വാദികളും, പക്ഷെ വക്കീലുമാരില്ല. ആ ഒരു കോടതിയിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വരും. ആരാ വരുന്നതെന്നറിയോ? ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മൾ സൂക്ഷിച്ച ഫുആദിനകത്ത് വെച്ചിരുന്ന ഖുർആൻ. ഖബർ മുതലേ തുടങ്ങും. ഖബറിൽ വന്നിട്ട് നിന്റെ അടുത്ത് മലക്ക് ചോദിക്കും, ഒമാ ഇമാമുക. അവ പറയും, മുമ്പിരുന്ന ആരാ? ഷബീർ റഷാദ്. ഉസ്താദിന്റെ പേരെന്താ? അമ്മ. ഖബറിൽ മങ്കാട് നിലമേൽ മരിച്ച് ഖബറിൽ കൊണ്ടുവച്ച് മലക്ക് വന്നിട്ട് എഴുന്നേപ്പിച്ചിരുത്തിയിട്ട് ചോദിച്ചു, അമ്മാ ഇമാമുക. അവൻ പറഞ്ഞു, ഇപ്പൊ അമാനിയാണ്, മുമ്പ് റഷാദിയായിരുന്നു എന്ന് പറഞ്ഞാല് ഇടിക്ക് യാതൊരു കുറവും ഉണ്ടാവില്ല. ഖബറിൽ വെക്കുമ്പോ നമ്മൾ പറയേണ്ട മറുപടി, വൽ ഖുർആനു ഇമാമി. എന്നെ നിയന്ത്രിച്ചതും എന്നെ നടത്തിച്ചതും എന്നെ ചിന്തിപ്പിച്ചതും എന്നെ കാണിപ്പിച്ചതും എന്നെ കേൾപ്പിച്ചതും ഒക്കെ ഖുർആനാണ്. രക്ഷപ്പെട്ട് ഇന്റർവ്യൂ ജയിച്ച് നേരെ പോയി സിറാത്തിന്റെ അവിടെ എത്തുമ്പോ ഖുർആൻ ഓടി വരും. ഒരു സംശയവും വേണ്ട, ഖുർആൻ ഷാഫിയാണ്. ഖുർആൻ ഓടി വന്നിട്ട് നമ്മുടെ കൈ പിടിക്കും. നിങ്ങൾ എന്തിനിവിടെ നിൽക്കണം? നിങ്ങൾ എന്തിനിവിടെ നിൽക്കണം? ഖൽബെന്ന പുറംപോട്ടിൽ വെച്ചിട്ട് മാറി മറിഞ്ഞു വന്ന ചിന്തകൾ വെച്ചിട്ട് ഖുർആനിനെ കാണിക്കുന്ന ഏതെങ്കിലും ഒക്കെ താൽക്കാലിക സൗകര്യത്തിന് വേണ്ടിയിട്ട് ചിന്തിക്കുന്ന താളപ്പിനത്ത് തുള്ളാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രന്ഥമാക്കി മാറ്റാത്ത, സദറിൽ വെച്ചിട്ട് ഒളിപ്പിച്ചു വെക്കാത്ത, ഹൃദയത്തിന്റെ ഭിത്തിയുടെ ഉള്ളിൽ വെച്ച് ഫുആദിനകത്ത് വെച്ച് ആ ഖുർആനെ ചിന്തിച്ച് അമൽ ചെയ്തവൻ, ആ പെണ്ണായാലും ആണായാലും അവനെ കൈപിടിച്ചിട്ട് പറയും, വാ, എന്തിനാ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? ഞാനല്ലേ നിങ്ങളുടെ കൂടെ വരുന്നത്. കൈപിടിച്ചിട്ട് നാളെ സ്വർഗത്തിലേക്ക് അല്ലാഹു തആല അവന്റെ പരിശുദ്ധമായ ഖുർആൻ ഷാഫിയായി നമ്മളെ കൊണ്ടെത്തിക്കും. സിറാത്തിൽ നിൽക്കുമ്പോ എന്തിനിവിടെ നിൽക്കണം? കേറി പൊയ്ക്കോ. ഹൗദിന്റെ ഭാഗത്തേക്ക് നിങ്ങൾ ആരക്കാത്ത നിൽക്കുന്ന കോരി കുടിച്ചോ. ആഖിറത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഈ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് തുണയായി വരും. അല്ലാഹു തൗഫീഖ് തരട്ടെ. വേറെ ഒന്നും വേണ്ട. ആന ചുമക്കുന്ന പണിയൊന്നും എടുക്കണ്ട. ഒറ്റ കാര്യം ചെയ്യും. ഇൻഷാ അല്ലാഹ് 40 ദിവസം കൂടുമ്പോൾ ഒരു ഖത്തം തീർക്കും. അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് തരട്ടെ. 3 ദിവസം കൊണ്ട് ഞാൻ ഖത്തം തീർക്കും. ഒരാഴ്ച കൊണ്ട് ഖത്തം തീർക്കും. കുളിയില്ല, പല്ല് തേപ്പൂല, നനയില്ല, ബാത്റൂമിൽ പോക്കൂല, ഓതല് വേണ്ട. എന്തിനാ കഷ്ടപ്പെടുന്ന നിങ്ങൾ? എന്തിനാ കഷ്ടപ്പെടുന്നത്? ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഓതിട്ട് എന്തിനാ? അള്ളാഹ്ക്ക് എന്തെങ്കിലും സമ്മാനം കിട്ടും നമ്മൾ ഓതി എന്ന് പറഞ്ഞിട്ട്? ഓതേണ്ടത് എങ്ങനെയാണ്? അച്ചടക്കത്തോടുകൂടി. സ്വർഗത്തിന്റെ ആയത്തെത്തുമ്പോൾ അല്ലാഹുവേ നീ സ്വർഗം തവടച്ചോനെ അസ്അലുക്കൽ ജന്ന. നരകത്തിന്റെ ആയത്തെത്തുമ്പോൾ അല്ലാഹു നീ കാക്കണേ റബ്ബി അഊദു ബിക മിനന്നാർ. ഹിസാബിന്റെ ആയത്തെത്തുമ്പോൾ അല്ലാഹു യസ്സിർലി ഹിസാബി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഖുർആനൊക്കെ അച്ചടക്കത്തോടെ ഓതി മര്യാദയ്ക്ക് ഓതി 40 ദിവസം കൊണ്ട് ഒരു ഖത്തം തീരും. ഒപ്പം ഓരോ ദിവസവും ഒരായത്ത് വെച്ച് പഠിക്കും. നാളെ മുതൽ തുടങ്ങ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിന്റെ അർത്ഥം നാളെ പഠിക്കും. ഒരു ദിവസം കൊണ്ട് തീരെയൊന്നുമില്ല. കാരണം വിശുദ്ധ ഖുർആൻ, വിശുദ്ധ വേദഗ്രന്ഥങ്ങൾ, തൗറാത്തും സബൂറും അതുപോലെ തന്നെ ഇഞ്ചീലും ഏടുകളും, ഇതെല്ലാത്തിലും ഉള്ളത് ഖുർആനിലുണ്ടെന്നാണ്. ഖുർആനിലുള്ളത് സർവ്വതും ഫാത്തിഹയിലുണ്ടെന്നാണ്. ആ ഫാത്തിഹയിലുള്ളതെല്ലാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിലുണ്ടെന്നാണ്. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിലുള്ളതെല്ലാം ആദ്യത്തെ ബായിലുണ്ടെന്നാണ്. ഈ ബാ എന്ന് പറയുന്ന അക്ഷരം ഉണ്ടല്ലോ, ബീക്കാന മാക്കാൻ വബിയക്കൂര് മായക്കൂർ എന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുഴുവൻ കാര്യങ്ങളും ബാ എന്ന അക്ഷരത്തിനകത്തുണ്ട് എന്നാണ്. നിസ്സാര കാര്യമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞങ്ങോട്ട് അത് പഠിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ 5 തലമുറ കഴിഞ്ഞാലും ആ ആയത്ത് പഠിച്ചു തരൂല. പക്ഷെ പറഞ്ഞുതരാം, ഉസ്താദന്മാർക്കും അറിയില്ല, പ്രസംഗിക്കുന്നവർക്കും അറിയില്ല, നമുക്കും അറിയില്ല, പഠിക്കുന്നവർക്കും അറിയില്ല. കുറഞ്ഞ അറിവേ നമുക്ക് തന്നിട്ടുള്ളൂ. ഇതൊക്കെ കൊടുത്ത് അള്ളാന്റെ ഹബീബിനോട് അള്ളാഹ് എന്താ പറഞ്ഞത്? വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. നബിയേ, നിങ്ങളാണ് എല്ലാം കൊടുക്കുന്ന ആള്, പക്ഷെ വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, ഞാൻ കുറച്ചേ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ കേട്ടാ. അള്ളാഹ് റസൂലിനോട് പറഞ്ഞതാ.
അപ്പൊ അള്ളാന്റെ അറിവ് എത്രയാ? അല്ലാമുൽ ഗുയൂബ്, ആലിമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അറിവ് എത്ര വിശാലമാണ്. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇന്ന് ബിസ്മി ഞാൻ പഠിച്ചു, നാളെ അൽഹംദുലില്ലാ പഠിച്ചു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വലോകത്തിന്റെയും അനുഗ്രഹീതൻ, സർവ്വലോകത്തെയും സർവ്വലോകത്തിന്റെയും സ്തുതിക്കർഹൻ. ഈ ലോകം എത്രയാണ് ഒന്ന് പഠിക്കേ. 5 ലോകമല്ലേ? ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകം. ആലമുൽ അർഹാം, ഗർഭാശയ ലോകം. ആലമുൽ അജ്സാം, ഈ ദുനിയാവ്. ആലമുൽ ബർസഖ്, ഖബർ. ആലമുൽ ആഖിറ, എന്റെ അവസാനത്തെ ലോകം. ഈ ലോകത്ത് 5 ലോകത്തും അല്ലാഹുവിനാണ് സ്തുതി. ഇതൊക്കെ അങ്ങോട്ട് പഠിക്കുക. അർ റഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇങ്ങനെ അങ്ങോട്ട് ഓരോ ദിവസം ഓരോ ആയത്ത് വെച്ച് അങ്ങോട്ട് പഠിക്കും. പറ്റുന്നത് പഠിക്കും. എന്നിട്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ഈ പഠിക്കുന്നതോടൊപ്പം അതങ്ങോട്ട് മനഃപ്പാടമാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ പ്രവർത്തിക്കും എന്ന് നീർച്ചയാക്കി ദുആയും ചെയ്യും. പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യും. അൽഹംദുലില്ലാ, മരിച്ച ഖബറിൽ ഇമാമായ ഖുർആൻ വരും. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതം റാഹത്താവും. നാളെ സ്വർഗ്ഗത്തിൽ നമുക്ക് ഖുർആൻ കൊണ്ടെത്തിച്ച് നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കും. അള്ളാഹു ഇതിനെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.